ദിവസം വീട്ടിൽ പറഞ്ഞു എനിക്ക് കെരാറ്റിൻ ചെയ്യണമെന്ന് മുടിയിൽ. സാധാരണത്തിൽ വിപരീതമായിട്ട് എനിക്ക് വലിയ അവരാരും വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. ഇവർ മനസ്സ് മാറുന്നതിന് മുന്നേ പോയേക്കാന്ന് പറഞ്ഞ മുറ്റത്തോട്ട് ഇറങ്ങിയതും ഒരു പിൻവിളി. അമ്മമ്മ പറയുക, മോളെ കെരാറ്റിനും ഗ്ലൂക്കോസും ഒക്കെ ചെയ്യാനാണെങ്കിൽ നാളെ രാവിലെ വെറും വയറ്റിൽ പോയാൽ പോരായോ എന്ന്. ഏതാ പുള്ളിക്കാരി വിചാരിച്ചത് ഇതേതോ ബ്ലഡ് ടെസ്റ്റ് ആണെന്നാ. എന്നാൽ തൊല്ലയൊന്നും വേണ്ട, മുടി അങ്ങ് മുറിച്ച് കളയാന്ന് വിചാരിച്ചാലോ. ഒന്നുകിൽ ബാർബറിൻ്റെ അടുക്ക പോകണം. ബാർബറിൻ്റെ അടുക്ക പോയാൽ പുള്ളി നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നെന്ന് വരെ പറയിക്കും. എനിക്ക് തോന്നിയിട്ടുണ്ട് ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി എങ്ങാനും കൃത്യനിർവഹണത്തിന് ശേഷം ഒരു ബാർബറിൻ്റെ അടുക്ക പോയിരുന്നെങ്കിൽ ഓഗസ്റ്റ് 2-ാം തീയതി എവിടെ പോയി, എന്തൊക്കെ ചെയ്തു, ആരോടൊക്കെ സംസാരിച്ചു, അങ്ങനെ ചോദിച്ചാൽ അന്ന് തന്നെ പോലീസും ബുക്ക് ചെയ്യാൻ. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സലൂണാണ്. അവിടെ പോകുന്ന ഡോക്ടറിനെ കാണാൻ പോകുന്ന പോലെ. ആദ്യം നമ്മൾ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യണം. ജൂനിയർ സ്റ്റൈലിസ്റ്റ് വേണോ സീനിയർ സ്റ്റൈലിസ്റ്റ് വേണോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കണം. എന്നിട്ട് ഒരാൾ കോട്ടിട്ടുകൊണ്ട് വരും നമ്മുടെ മുടിയുടെ ഡയഗ്നോസിസ് പറയാനായിട്ട്. ഈ മുടി കൊണ്ടാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത്? എത്രയും പെട്ടെന്ന് ഒരു 6 മാസത്തെ സ്പാ ട്രീറ്റ്മെന്റ് എടുത്തോ. അത് കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാൻ പറ്റൂ. ഇവരുടെ ഈ ടോണും പറച്ചിലിന്റെ രീതിയെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ അകത്തൊരു ആളല് വരും. പിന്നെ നമ്മൾ ആരെ പണയം വെച്ചിട്ടാണെങ്കിലും അവിടെയുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചോണ്ടേ വെളിയിലും ഇറങ്ങുള്ളൂ. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിൽ മാത്രം അന്നും ഇന്നും എന്നും നമ്മുടെ മുടിയുടെ പ്രാധാന്യം ഒരുപോലെ നിൽക്കുന്നു. പ്രണയങ്ങളിൽ പണ്ടൊക്കെ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയ അവര് വളരെ കാവ്യാത്മകമായിട്ട് പറയും, ഒരു പുഷ്പം മാത്രം എൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ എന്നൊക്കെ. ഇപ്പോഴത്തെ പെൺപിള്ളാരോട് അങ്ങനെ പറഞ്ഞാൽ അവര് പറയും, ചേട്ടാ ഒടുവിൽ ഞാൻ എത്തുന്നിടം വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട, ചേട്ടന് സൗകര്യമുള്ളപ്പോൾ ചൂടിച്ചോളാൻ. അഞ്ജലി നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഈ മുടി കൊഴിച്ചിൽ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഒരു വലിയ ക്രൈസിസ് ആണ്. നല്ല മനോഹരമായിട്ട് നല്ല കൗണ്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പെർഫോം ചെയ്തു. സൂപ്പർ. നമുക്കിനി ചോദിക്കാം, രമേശ് ചേട്ടാ. വളരെ നന്നായിരുന്നു, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ല സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയകൾ മുഴുവൻ പിടിച്ച് വളരെ ഗംഭീരമായിട്ട് താൻ തന്നെ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആണോ ഇത്? നല്ല സ്ക്രിപ്ഷൻസ് ഉണ്ട് കേട്ടോ തനിക്ക്, നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്. താൻ ഒരു വിഷയമെടുത്ത് അതിന് വഴി തെറ്റാതെ അതുമേ തന്നെ പിടിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും എടുത്ത് പറഞ്ഞു. എനിക്ക് ആകെ തൻ്റെ നല്ല സ്ക്രിപ്റ്റ്, ഇതിൻ്റെ പറച്ചിലിൻ്റെ രീതി താൻ വളരെ കുഴപ്പമല്ല. എങ്കിലും ഒരു മത്സരത്തിൽ വന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആളെ പിടിക്കുക എന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ നമ്മുടെ. നിങ്ങൾ വേണേ കേൾക്ക്, ഞാനിവിടുന്ന് തമാശ പറയും എന്ന് പറയുന്ന പോലെ ചിലത് പറയുന്നത് നമുക്ക് കേൾക്കാൻ കൊതിയുള്ളത് കൊണ്ട് നമ്മളിരുന്ന് അങ്ങ് കേൾക്കുന്നു. അങ്ങനെ ഒരു സാധനമുണ്ട്. ഇങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല, അത് നിങ്ങളുടെ ശൈലി അതാണ്, അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു മത്സരം, കൂടെ വരുന്ന ആള്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനെ ഭംഗിയായിട്ട് വിളമ്പിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഗംഭീര സ്ക്രിപ്റ്റാണ്, വളരെ നന്നായിരുന്നു. അഞ്ജലി, വെരി ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. വളരെ രസകരമായിട്ട് കാച്ചി കുറുക്കി വേണ്ടത് മാത്രം പറഞ്ഞിട്ട് വളരെ ഷോർട്ടാക്കി ടു ദ പോയിന്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഗംഭീര സ്ക്രിപ്റ്റ് ആയിരുന്നു അഞ്ജലിയുടെ. ഇത് ഒറ്റയ്ക്ക് എഴുതിയതാണെങ്കിൽ ഇനിയും 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 ഒരുപാട് ഒറ്റയ്ക്ക് എഴുതണം, അത്രയും ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ കുട്ടിയുടെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിയർത്തിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുളിർക്കാറ്റ് കൊള്ളുന്നൊരു സുഖം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഫീൽ ചെയ്ത്. ഇങ്ങനെ കുളിർക്കാറ്റ് കൊള്ളുന്ന ആ സമയത്ത് സുനാമി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല. എന്നൊരു കുളിർക്കാറ്റിന് നമുക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ഈ തമാശ വരും, കയ്യടി വരുമെന്ന് പ്രതീക്ഷിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് ആ ടൈമിങ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് നന്നായിരുന്നു. കാരണം ചില ആൾക്കാർക്ക് അത് അറിയില്ല. ഫ്ലോറിൽ വന്നിട്ട് ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ പെർഫോം ചെയ്യുന്ന ആൾക്കാർ അത് തമാശയാണ് പറഞ്ഞു പോകും. ഈ ആൾക്കാർ കൈയടിക്കുന്ന സമയത്ത് പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അത് ഒരു ടൈമിങ് ഇട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നന്നായിരുന്നു. ആദ്യം തന്നെ ഇപ്പോഴത്തെ ഏറ്റവും യങ്സ്റ്റേഴ്സിന്റെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കായ മുടിയെടുത്തതിന് ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. കാരണം എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. രജനി ചേച്ചി, ഞാൻ ഇന്ന് രാവിലെ 4 മണിക്ക് എണീറ്റ് ഷാമ്പൂ ഇട്ടിട്ടാണ് ഈ അവസ്ഥയിൽ ഇരിക്കണത്. സത്യം പറഞ്ഞു ഇവിടെ നേരത്തെ എത്തണം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഗതിക്ക് രാവിലെ തല കുളിക്കാറില്ല. ഇത്രയും മനോഹരമായിട്ട് യങ്സ്റ്റേഴ്സ് പ്രസന്റ് ചെയ്ത രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടിപൊളിയാവട്ടെ. വി ആർ ലൈക്ക് വെയിറ്റിംഗ് ഫോർ യുവർ ഗ്രോത്ത്. ഓൾ ദി ബെസ്റ്റ്.